ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയാണ് വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാ ഞാൻ വന്നിട്ടുള്ളതുണ്ടല്ലോ, ഉരുളക്കിഴങ്ങ് മുട്ടയൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. കുട്ടിയൊക്കെ വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അതേമാതിരിക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് കൊടുക്കുക. പിന്നെ നമുക്കിത് എഴുതിയിട്ട് വെള്ളം മുഴുവനായിട്ടും പിഞ്ഞ് കളയണം കേട്ടോ. അപ്പോൾ അത് ഞാൻ 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഈ വെള്ളം മുഴുവനായിട്ട് നമുക്ക് ഒഴിവാക്കി എടുക്കണം. എന്നിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ വെള്ളം മുഴുവനായിട്ട് ഒഴിവാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് ഈ സവോളയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ വെള്ളം നമുക്ക് ഒഴിവാക്കാൻ വേണ്ട. അപ്പോൾ അത് അത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് വേണ്ടത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവോളയും ഒരു തക്കാളി, അതേമാതിരി കുറച്ച് കാബേജ് കേട്ടോ. അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ചെറുതാക്കി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് കുറച്ച് മസാലപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനോട് അടിച്ചോ ഹോളെന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണേ. അപ്പോൾ അതാ 1 ടീസ്പൂണ് കാശ്മീരി മുളകും പൊടി, അതേമാതിരി തന്നെ ഒരു 3/4 ടീസ്പൂൺ വരെ കുരുമുളകും പൊടി, പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂണോളം ആട്ടപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് മാറ്റി വെക്കാം. പിന്നെ അത് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് 3 മുട്ടയാണ് വേണ്ടത്. അപ്പോൾ ഒരു പാത്രത്തിൽ ഇട്ട് മുട്ട വേറൊരു പാത്രത്തിൽ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കണം. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ ഈ മുട്ടേൻ്റെ മിക്സ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ ഉണ്ടാക്കി ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് മിക്സാക്കി എടുത്തതിന് ശേഷം വേണം ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുണ്ടല്ലോ, നമ്മൾ കൈ വെച്ചിട്ട് ആദ്യം നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. ഉപ്പും അതേമാതിരി തന്നെ കുരുമുളകും പൊടിയൊക്കെ എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൈ വെച്ചിട്ട് തന്നെ എല്ലാം കുഴച്ചെടുക്കണം. എന്നിട്ട് വേണം നമ്മൾ മുട്ടേൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയില്ലേ, കുട്ടിയൊക്കെ വരെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വേറെ ഒന്നല്ല ഉണ്ടാക്കുന്നത്, പിസ്സയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റിൽ പിസ്സയാണ്. ഓവണോ കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ പൊടിയൊക്കെ വാട്ടി കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് തന്നെ പിസ്സ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ബ്രെഡ് വെച്ചിട്ട് പിസ്സ ഉണ്ടാക്കുക. അതേമാതിരി തന്നെ പല മറ്റേ അരിപ്പൊടിയൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുമല്ലോ, അതിൻ്റെ ഷീറ്റ്. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലോ, നല്ലോണം സ്പൂൺ വെച്ചിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 ടീസ്പൂൺ 1 ടീസ്പൂൺ വരെയൊക്കെ അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ കുഴച്ചെടുത്തില്ല, അപ്പോൾ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. ഇടാനും വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇനി ചിക്കൻ മസാല ഗരം മസാല ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബാറ്ററൊക്കെ നല്ല സെറ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് എന്നൊരു പാനിലിട്ട് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ വെച്ചിട്ടുണ്ട്. ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് എല്ലായിടത്തും ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല സ്പൂൺ വെച്ചിട്ടൊന്ന് നിരത്തി കൊടുക്കുക കേട്ടോ. എല്ലാം അമർത്തി നിരത്തി കൊടുക്കണം. പിന്നെ മൂടി വെച്ചിട്ട് കുറച്ച് സമയം വെച്ചാൽ മാത്രം മതി. നമ്മളൊന്ന് വെന്ത് സെറ്റായി വരുന്ന വരെ ഗ്യാസ് നല്ല കുറച്ച് വെച്ചിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ മിക്സ് ഒന്നുകൂടി സെറ്റായി വരാൻ വേണ്ടിയിട്ടോ. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് മോസറല്ല ചീസാണ്. അപ്പോൾ അതുണ്ടല്ലോ, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനുള്ളൂ കേട്ടോ. അത് 140 രൂപയാണ് അതിന്. അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക ഈസി ആയിട്ട് തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ പിന്നെ ഒരു ദിവസം കാണിക്കുന്നുണ്ട്. അപ്പോൾ മൂടി വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ മിക്സ് നല്ല വെന്ത് സെറ്റായിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുക. പിന്നെ ഉണ്ടല്ലോ, ഞാനൊരു അത്യാവശ്യം കുറച്ച് ഇതിലേക്ക് ഇതായ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് എടുത്തിട്ടുണ്ട് അതിനത്. അപ്പോൾ ലേശം ഒന്നായി മുട്ടി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ വേറിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഇതന്നെ എടുത്തിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ നമ്മൾ ഇന്നുണ്ടല്ലോ, അത് മറിച്ചിട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കണം. നല്ല അടുത്താക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മുസറല്ല ചീസ് ഉണ്ടല്ലോ, അതിൻ്റെ മേലേക്ക് എല്ലായിടത്തേക്കും ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് സവോള ഇട്ട് കൊടുക്കുക. അതേമാതിരി തന്നെ ക്യാപ്സിക്കന് മറ്റേ തക്കാളി ഇതൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. എല്ലായിടും വെച്ച് ഒന്ന് അമർത്തി കൊടുക്കുക. പിന്നെ നമ്മളിതിൻ്റെ മേലേക്കുണ്ടല്ലോ വറ്റൽമുളക് ക്രഷ് ചെയ്തത്, അതേമാതിരി തന്നെ കുറച്ച് കുരുമുളകും പൊടി, ഒരു 1/4 ടീസ്പൂണോ 1 ടീസ്പൂണൊക്കെ വരെ കുരുമുളകും പൊടി അതൊക്കെ ഇട്ട് കൊടുക്കണം. പിന്നെ കസ്തൂരി മേത്തി ഉണ്ടല്ലോ, ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലില്ല, ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ കുരുമുളകും പൊടിയും അതേമാതിരി തന്നെ വറ്റൽമുളക് ക്രഷ് ചെയ്തതുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മേലെ കുറച്ചും കൂടെ മുസറല്ല ചീസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതില്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കാൻ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പാലും കുറച്ച് സുർക്കയൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കുറഞ്ഞ സമയം വരെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക, ചീസൊക്കെ ഒന്ന് മെൽറ്റായി വരുന്ന വരെ. അപ്പോൾ നമ്മളെ ചീസൊക്കെ അത്യാവശ്യം മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതുണ്ടല്ലോ ഒരു പാത്രത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് കട്ട് ചെയ്തെടുക്കാനും കൂടെ കണ്ടിട്ട്
അപ്പോൾ അതാ ഞാൻ പറഞ്ഞില്ലേ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് കുട്ടിയൊക്കെ വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ്. നമ്മളൊന്നും കടയിൽ നിന്നൊന്നും പോയി കഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വീട്ടിൽ തന്നെ പിസ്സയൊക്കെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. ഓവന് വേണമെന്നൊന്നുമില്ല. അപ്പോൾ അതാ നമ്മളെ പിസ്സ ഉണ്ടല്ലോ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈസി ആയിട്ട് തന്നെ കുട്ടിയൊക്കെ വരെ ഉണ്ടാക്കിയെടുക്കുക. അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് നമ്മൾ വീട്ടിൽ നിന്നൊക്കെ പിന്നെ പെട്ടെന്ന് തന്നെ പിസ്സ കഴിക്കണം അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പിസ്സയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അതിൽ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ എല്ലാ കൂട്ടുകാരോട്